സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മുഅ്മിനുകളും മുവഹിദുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായം, അഅ്ലമു സൂറത്തുൻ ഫി കിതാബില്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൂറത്ത് നാം എല്ലാം ദിനേന 17-30 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന അധ്യായം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പൂർണ്ണമായി ഒരുമിച്ച് അവതരിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തുടക്കം, പ്രാരംഭം എന്നാണ്. വിശുദ്ധ ഖുർആൻ നമ്മൾ തുറക്കുമ്പോൾ ആദ്യമായി കാണുന്ന അധ്യായമാണ്. ഒരുപാട് നാമങ്ങൾ കൊണ്ട് ധന്യമാണ് സൂറത്തുൽ ഫാത്തിഹ. അതിന്റെ മറ്റൊരു പേരാണ് ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന അധ്യായം ഉമ്മുൽ കിതാബ് വ ഉമ്മുൽ ഖുർആൻ. അത് ഖുർആനിന്റെ മാതാവാണ്, വേദഗ്രന്ഥത്തിന്റെ ഉമ്മയാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു മാതാവ് എന്ന് പറയുമ്പോൾ ഉമ്മയുടെ സ്ഥാനവും പ്രാധാന്യവും എന്താണ് എന്ന് നമുക്കാരും പറഞ്ഞു തരേണ്ടതില്ല. ആ മാതാവിന്റെ സ്ഥാനമാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉള്ളത് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ ഈ അധ്യായത്തിന്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ ഹംദ് എന്ന്. അൽഹംദുലില്ലാഹ് എന്ന് തുടങ്ങുന്ന അധ്യായം, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുന്ന അധ്യായം. വിശുദ്ധ ഖുർആനിന്റെ പ്രഥമ അധ്യായം എന്ന അർത്ഥത്തിലെല്ലാം സൂറത്തുൽ ഹംദ് എന്ന പേരിലും ഫാത്തിഹ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ സൂറത്ത് സ്വലാഹ്, നമസ്കാരത്തിൽ നിർബന്ധമായും ഓതിക്കൊണ്ടിരിക്കുന്ന അധ്യായം എന്നുള്ള അർത്ഥത്തിൽ സൂറത്ത് സ്വലാ എന്നുള്ള പേര് സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. അതേപോലെ തന്നെ സൂറത്ത് ദുആ, പ്രാർത്ഥന അടങ്ങിയ അള്ളാഹുവിനോടുള്ള ദുആ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്ത് എന്ന നിലക്ക് സൂറത്ത് ദുആ എന്ന പേര് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉണ്ട്. അസാസുൽ ഖുർആൻ, ഖുർആനിന്റെ അടിസ്ഥാനമാണ്, ഖുർആനിന്റെ അടിത്തറയാണ്. ഏതൊരു കാര്യവും, ഒരു ബിൽഡിംഗ് അവിടെ നിലനിൽക്കണമെങ്കിൽ അതിന്റെ അടിത്തറ നന്നാവണം. അതുപോലെ വിശ്വാസികളുടെ അടിത്തറ നന്നാക്കുന്ന അധ്യായം എന്നുള്ള നിലയ്ക്ക് അസാസുൽ ഖുർആൻ എന്ന പേരിലും സൂറത്തുൽ ഫാത്തിഹ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ സൂറത്തുൽ കാഫിയ, പരിപൂർണമായ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന അധ്യായം. ഒരു മനുഷ്യന് ഈമാനുള്ളവനായി തീരാൻ വേണ്ടി എന്താണോ ആവശ്യമുള്ളത് ആ കാര്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ സൂറത്തുൽ കാഫിയ എന്ന പേരിലും സൂറത്തുൽ ഫാത്തിഹ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ കൻസുൽ ഖുർആൻ, ഖുർആനിന്റെ നിധിയാണ്, ഖുർആനിലെ നിധിയാണ് എന്നുള്ള അർത്ഥത്തിലും സൂറത്തുൽ ഫാത്തിഹ അറിയപ്പെടുന്നു. സൂറത്തു ശിഫാ, ശമനം നൽകുന്ന, ശിഫ നൽകുന്ന അധ്യായം. മനസ്സുകളുടെ രോഗങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ശിഫായാണ്, ശമനമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ടല്ലോ. സൂറത്തുൽ ഫാത്തിഹ ശമനം നൽകുന്ന അധ്യായമാണ്. രോഗം വന്നാലും മാനസിക പ്രയാസങ്ങൾ വന്നാലും ഫാത്തിഹ ഓതുന്നത് അത് ശമനത്തിനുള്ളൊരു ഉപാധിയാണ് എന്നുള്ള നിലക്ക് സൂറത്തു ശിഫ എന്ന പേരിലും ഫാത്തിഹ അറിയപ്പെടുന്നു. അതുപോലെ സൂറത്തു റുഖിയ്യ, മന്ത്രത്തിന്റെ അധ്യായം എന്ന പേരിൽ രോഗങ്ങൾക്ക്, മാനസിക പ്രയാസങ്ങൾക്ക് റുഖിയ്യ നിർവഹിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്ന ഒരു അധ്യായം കൂടിയാണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ള നിലക്ക് സൂറത്തു റുഖിയ്യ എന്ന പേരും അതിനുണ്ട്.
അതുപോലെ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ ഏകത്വം, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അടങ്ങിയ അധ്യായം എന്നുള്ള നിലക്ക് സൂറത്തുൽ മുനാജാത്ത്, രഹസ്യമായുള്ള സംഭാഷണം എന്നുള്ള പേരും സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. അതുപോലെ മറ്റൊരു പേരാണ് സബഉൽ മസാനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 7 ആവർത്തനങ്ങൾ അല്ലെങ്കിൽ ആവർത്തിക്കുന്ന 7 വചനങ്ങൾ ഉൾക്കൊള്ളുന്ന സൂക്തം, സൂറത്ത് എന്നുള്ള അർത്ഥത്തിലാണ് സബഉൽ മസാനി എന്ന പേര് ഈ അധ്യായത്തിന് നൽകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഖുതുബകളിലെല്ലാം വിശുദ്ധ ഖുർആനിലും ഹദീസിലും അതുപോലെ പ്രപഞ്ചത്തിലും പ്രകൃതിയിലുമെല്ലാം 7 എന്ന സംഖ്യക്ക് ഉള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരുന്നത്. സൂറത്തുൽ ഫാത്തിഹക്ക് അള്ളാഹു നൽകിയ മറ്റൊരു പേര് ആവർത്തിക്കുന്ന 7 വചനങ്ങൾ എന്ന് സബഉൽ മസാനി എന്നുള്ള പേരാണ്. 7 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിനെ തന്നെ മറ്റൊരു സൂറത്തിൽ എടുത്തു പറഞ്ഞുകൊണ്ട് പരാമർശിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. 15-ാമത്തെ അധ്യായം 87-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വലഖദ് ആതൈനാക, തീർച്ചയായും നബിയെ അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു, സബ്അം മിനൽ മസാനി, ആവർത്തിക്കുന്ന 7 സൂക്തങ്ങൾ അങ്ങേക്ക് നൽകിയിരിക്കുന്നു, വൽ ഖുർആനിൽ അലീം, മഹത്തായ ഖുർആനും അങ്ങേക്ക് നൽകിയിരിക്കുന്നു എന്ന്. അപ്പോൾ വിശുദ്ധ ഖുർആൻ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കൂടെ തന്നെ സബഉൽ മസാനി കൂടി നൽകിയിരിക്കുന്നു, 7 ആവർത്തനങ്ങൾ നൽകിയിരിക്കുന്നു എന്നുകൂടി പറയുമ്പോൾ ഫാത്തിഹയുടെ പ്രാധാന്യം പ്രത്യേകമായിട്ട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ടോ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന അധ്യായം അസ്സബഉൽ മസാനി, ആ അധ്യായമാണ് ആവർത്തിക്കുന്ന 7 എണ്ണം സബഉൽ മസാനി എന്ന പേരിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരാമർശിച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ആ സൂറത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരുപാട് നാമങ്ങൾ, 20-ലധികം നാമങ്ങൾ ഈ അധ്യായത്തിനുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ നമസ്കാരം അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെങ്കിൽ ആ നമസ്കാരത്തിൽ ഫാത്തിഹ നിർബന്ധമാണ്. നിരന്തരമായിട്ട് നമ്മൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഫാത്തിഹയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് വ്യക്തമാക്കാൻ മറ്റൊരു തെളിവിന്റെ ആവശ്യമില്ല. ഈ സൂറത്തിന്റെ മറ്റൊരു പേര് സൂറത്ത് നൂർ എന്നാണ്. 24-ാമത്തെ അധ്യായത്തിന്റെ പേര് സൂറത്ത് നൂർ എന്നാണ്. എന്നാൽ ഈ അധ്യായത്തിനും പ്രത്യേകമായിട്ട് സൂറത്തുൽ ഫാത്തിഹക്ക് അള്ളാഹു അത് നൂറാണ് എന്ന് പ്രത്യേകമായി പരാമർശിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, അദ്ദേഹം പറയുകയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ മഅ അസ്ഹാബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അനുചരന്മാരുടെ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുന്ന ഒരു സന്ദർഭം, ഇദാ സമിഅ നഖിയ, ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേകമായ എന്തോ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. ഒരു കവാടം, വാതിൽ ഇങ്ങനെ പൊട്ടിപ്പൊളിയുന്ന അല്ലെങ്കിൽ വാതിൽ തുറക്കുമ്പോഴുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു സൗണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ കേട്ടു. ഫഖാല ലഹു ജിബ്രീൽ, ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറഞ്ഞു, യാ മുഹമ്മദ് ഹദാ മലക്, അതൊരു മലക്കാണ്, ഒരു മലക്ക് വരുന്ന സൗണ്ടാണ്, ശബ്ദമാണ് താങ്കൾ കേട്ടിരിക്കുന്നത്. നസല മിനസ് സമാ, ആകാശത്ത് നിന്നും ഒരു മലക്ക് ഇറങ്ങി വരുന്ന ശബ്ദമാണ് താങ്കൾ കേട്ടത്. ലം യൻസിൽ ഖബ്ലൽ യൗം, ആ മലക്ക് അതിനു മുമ്പൊരിക്കലും വാനലോകത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ആ മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, ഹാദാ ബാബ്, അതൊരു കവാടമാണ്, മിനസ്സമാ, ആകാശത്തിന്റെ ഒരു കവാടമാണ്. ഫുതിഹൽ യൗം, ഇന്നാണ് ആ കവാടം തുറക്കപ്പെടുന്നത്. ആകാശത്തിന്റെ കവാടം തുറന്നുകൊണ്ട് ഇന്ന് വരെയും ഭൂമിയിലേക്ക് വാനലോകത്ത് നിന്നും വരാത്ത ഒരു മലക്ക് ഇറങ്ങി വരുന്ന, കവാടം തുറന്നു വരുന്ന ശബ്ദമാണ് താങ്കൾ കേട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മലക്ക് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അബ്ശിർ ബിനൂറൈൻ, 2 പ്രകാശങ്ങൾ കൊണ്ട്, 2 നൂറുകൾ കൊണ്ട് താങ്കൾ സന്തോഷിച്ചു കൊള്ളുക എന്ന്. ഊതീതഹുമാ, അത് രണ്ടും താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
രണ്ട് പ്രകാശം താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ രണ്ട് പ്രകാശം കൊണ്ടും താങ്കൾ സന്തോഷിച്ചു കൊള്ളുക. ലം യുതഹുമാ നബിയ്യുൻ ഖബ്ലക്, അങ്ങേക്ക് മുമ്പ് ഒരു പ്രവാചകനും ഒരു നബിക്കും ഈ രണ്ട് പ്രകാശങ്ങൾ അള്ളാഹു നൽകിയിട്ടില്ല, താങ്കൾക്ക് മാത്രമാണ് നൽകിയിട്ടുള്ളത്. ആ രണ്ട് പ്രകാശം കൊണ്ട് താങ്കൾ സന്തോഷിച്ചു കൊള്ളുക. എന്താണ് ആ രണ്ട് പ്രകാശം? സൂറത്തുൽ ഫാത്തിഹ. ഒന്ന് ഫാത്തിഹ എന്നുള്ള അധ്യായമാണ്, സൂറത്തുൽ ഫാത്തിഹയാണ്. രണ്ടാമതായി വഖവാതിമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആമന റസൂലു എന്ന് തുടങ്ങുന്ന രണ്ട് ആയത്തുകളാണ്. ഈ രണ്ട് നൂറുകൾ കൊണ്ടും ഈ രണ്ട് പ്രകാശങ്ങൾ കൊണ്ടും അങ്ങ് സന്തോഷിച്ചു കൊള്ളുക. ലം യഖ്റഅ ബിഹർഫിൻ മിൻഹാ ഇല്ലാ ഉതീതഹു, ഈ രണ്ട് അധ്യായങ്ങളിൽ നിന്നും രണ്ട് നൂറുകളിൽ നിന്നും ഏതെങ്കിലും ഒരു അക്ഷരം താങ്കൾ ഉരുവിടുകയാണ് എങ്കിൽ അതിന് താങ്കൾക്ക് പ്രതിഫലമുണ്ടായിരിക്കും. പ്രതിഫലം ലഭിക്കാത്ത രൂപത്തിൽ, അതിനുള്ള ഉത്തരം ലഭിക്കാത്ത രൂപത്തിൽ അതിലുള്ള ഒരക്ഷരവും താങ്കൾ നാവ് കൊണ്ട് ഹൃദയം കൊണ്ട് ഉരുവിടുന്നില്ല എന്നാണ് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. 7 ആയത്തുകളുള്ള സൂറത്തുൽ ഫാത്തിഹ അള്ളാഹു വാനലോകത്ത് നിന്നും ഒരു മലക്കിനെ പറഞ്ഞയച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ രണ്ട് പ്രകാശമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ അറിയിക്കുകയാണ്. ആ പ്രകാശമാണ്, ആ നൂറാണ് നമ്മൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്നത്. അത് സൂറത്തു ശിഫായാണ്. അത് ശിഫ നൽകുന്നതാണ്, അത് മനസ്സിന് സമാധാനം നൽകുന്നതാണ്, മനസ്സിന്റെ രോഗങ്ങൾക്ക് ശമനം നൽകുന്നതാണ് എന്നെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നു. നമ്മൾ എന്നും ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും നമ്മൾ ഇത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാതെ, എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും അറിയാതെ നമസ്കരിക്കുന്ന ആളുകളാണ് മുസ്ലിം സമൂഹത്തിലുള്ള ബഹുഭൂരിഭാഗം ആളുകളും. പലപ്പോഴും നമ്മളൊക്കെ ഒരു ആശങ്ക പറയാറുണ്ട്, നമസ്കരിക്കുമ്പോ ഒരിക്കലും ഒരു ശ്രദ്ധ കിട്ടുന്നില്ല എന്ന്, ഏകാഗ്രത കിട്ടുന്നില്ല എന്ന്, മനസ്സ് പല ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അല്പമെങ്കിലും നമ്മുടെ മനസ്സിനെ നമ്മുടെ ഇബാദത്തിൽ, നമ്മുടെ നമസ്കാരത്തിൽ പിടിച്ചു നിർത്താൻ കഴിയണമെങ്കിൽ ആ നമസ്കാരത്തിൽ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. 17 പ്രാവശ്യം ഓതുന്നത് എന്തിനാണ് ഫാത്തിഹ എന്ന് നമ്മൾ അറിയണം. എന്താണ് ഈ ഫാത്തിഹയിൽ അടങ്ങിയിരിക്കുന്നത് എന്നറിയണം. 17 പ്രാവശ്യം നമ്മൾ ഓതുക മാത്രമല്ല, നമ്മൾ നമസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങളിൽ, ആ സുന്നത്ത് നമസ്കാരങ്ങളിലെല്ലാം 10 റക്അത്ത് നമ്മൾ റവാത്തിബ് നമസ്കരിക്കുമ്പോൾ, 12 റക്അത്ത് റവാത്തിബ് നമസ്കരിക്കുമ്പോൾ, പള്ളിയിലേക്ക് തഹയ്യത്ത് നമസ്കരിക്കുമ്പോൾ, പള്ളിയിൽ കയറുമ്പോഴുള്ള നമസ്കാരം, രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ, ദുഹാ നമസ്കരിക്കുമ്പോൾ, എല്ലാ നമസ്കാരങ്ങളിലും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലാ സ്വലാത്തൻ ലം യഖ്റഅ ഫീഹാ ബി ഉമ്മിൽ ഖുർആൻ, ഉമ്മുൽ ഖുർആൻ ഓതാതെ, ഫാത്തിഹ ഓതാതെ അള്ളാഹു ഒരു നമസ്കാരവും സ്വീകരിക്കുകയില്ല എന്നാണ്. എന്തിനാണ് നമ്മൾ അതിങ്ങനെ ഓതുന്നത്? എന്താണ് അതിനുള്ള പ്രയോജനം? എന്താണ് ആ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹിയ ഖിദാജുൻ സലാസൻ ഗൈറ തമാം, ഫാത്തിഹ ഓതാതെ നമസ്കരിച്ചാൽ അത് അപൂർണമാണ്, അത് അപൂർണമാണ്. ആ നമസ്കാരം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ്. നമസ്കാരത്തിൽ ഫാത്തിഹ നിർബന്ധമാണ്. എന്തിനാണ് ഓതുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഫഖീല ലി അബീ ഹുറൈറ, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഇന്ന നകൂനു വറാഇൽ ഇമാം, ഇമാമിന്റെ പിറകിലായിട്ട് നമസ്കരിക്കുകയാണ് എങ്കിൽ ഞങ്ങൾ ഫാത്തിഹ ഓതേണ്ടതുണ്ടോ എന്ന്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഇഖ്റ ബിഹാ ഫീ നഫ്സിക്, നിങ്ങൾ ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കുകയാണ് എങ്കിൽ ഇമാമിനെ മുൻകടക്കാത്ത രൂപത്തിൽ നിങ്ങൾ ഓതണം. ഇമാമ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ നിങ്ങളും പറയണം. പല ആളുകളും ഇമാം ഫാത്തിഹ ഓതുമ്പോ മൗനമായിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇമാം ഓതിക്കഴിഞ്ഞാൽ ഫാത്തിഹ ഓതും. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ചര്യ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ റസൂല് ചെയ്തിരുന്നത്, അവിടുന്ന് പഠിപ്പിച്ചത്, ഇമാം ഫാത്തിഹയിലെ ഓരോ വാചകം ഓതിക്കഴിയുമ്പോഴും അതിന്റെ പിന്നാലെ പിന്തുടർന്നുകൊണ്ട് ആ ഫാത്തിഹ ഓതുക എന്നുള്ള രീതിയാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഇന്നി സമിഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറഞ്ഞതായിട്ട് അവിടുന്ന് അറിയിക്കുകയാണ്, ഖസംതു സ്വലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. നമസ്കാരം എന്നിവിടെ പറയുന്നത് ഫാത്തിഹയെ കുറിച്ചാണ്. നേരത്തെ സൂചിപ്പിച്ചു സൂറത്ത് സ്വലാ എന്നുള്ള പേര് ഫാത്തിഹക്ക് ഉണ്ട് എന്ന്. അപ്പോൾ ഫാത്തിഹയെ അള്ളാഹു നമസ്കാരമായിട്ട് പറയുന്നുണ്ട്, നമസ്കാരത്തെ അള്ളാഹു ഫാത്തിഹയായിട്ടും പറയുന്നുണ്ട്. നമസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് ഫാത്തിഹയാണ്. ആ ഫാത്തിഹ പൂർണ്ണമായിട്ട് അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു പറയുന്നത്, ഫാത്തിഹയെ എനിക്കും എന്റെ അടിമക്കും ഇടയിൽ, എന്റെ ദാസനും ഇടയിൽ രണ്ടായിട്ട് പകുത്തിരിക്കുന്നു എന്നാണ്. വലി അബ്ദി മാ സഅൽ, എന്റെ അടിമ, എന്റെ ദാസൻ എന്ത് ചോദിച്ചാലും എന്റെ ദാസന് ഞാൻ നൽകുന്നതാണ്. ഫഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നമസ്കാരത്തില് ഒരടിയാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുകയാണ് എങ്കിൽ ഖാലല്ലാഹു അസ്സ വജൽ ഹമിദനി അബ്ദി, അല്ലാഹു ജവാബ് ചെയ്യും, അല്ലാഹു ആ സമയത്ത് തന്നെ ഉത്തരം ചെയ്യും, എന്റെ അടിമയിതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ നമ്മൾ നമസ്കരിക്കുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു അത് കേട്ടിട്ട് തന്റെ ചുറ്റുമുള്ള മലക്കുകളുടെ അടുക്കൽ വെച്ചിട്ട് എന്റെ ദാസനിതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് ജവാബ് ചെയ്യും. വഇദാ ഖാല അർറഹ്മാനിർ റഹീം, അടിമ അർറഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ ഇതാ എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയും. വഇദാ ഖാല മാലികി യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ എന്ന് അടിമ പറഞ്ഞാൽ ഖാലല്ലാഹു മജ്ജദനി അബ്ദി, എന്റെ അടിമയിതാ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. വഫവ്വല ഇലയ്യ അബ്ദി, എന്നിലിതാ എന്റെ ദാസൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയും. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ് എന്നാണ്. അവിടെ മാലിക് യൗമിദ്ദീൻ എന്നും അതേപോലെ തന്നെ മലിക് യൗമിദ്ദീൻ എന്നും രണ്ട് രൂപത്തിലും ഓതാവുന്നതാണ്. ഒന്ന് പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നാണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ. മലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല ദിവസത്തിന്റെ രാജാവ് എന്നാണ് അർത്ഥം. ഈ രണ്ട് രൂപത്തിലും മാലിക് യൗമിദ്ദീൻ എന്നും മലിക് യൗമിദ്ദീൻ എന്നും ഓതാവുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ എന്റെ അടിമയിത എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, എന്റെ അടിമയിത എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു ജവാബ് ചെയ്യും. വഇദാ ഖാല, അടിമ പറയുകയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് അടിമ പറഞ്ഞാൽ ഖാല, അള്ളാഹു പറയും ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇത് ഞാനും എന്റെ അടിമക്കും ഇടയിലുള്ള ഒരു കരാറാണ്. വലി അബ്ദി മാ സഅൽ, എന്റെ അടിമ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവന് നൽകുന്നതാണ് എന്ന് അള്ളാഹു ജവാബ് ചെയ്യും എന്നാണ്. അപ്പൊ അള്ളാഹുവും അടിമയും തമ്മിലുള്ള ഒരു കരാറാണ് ഇപ്പോൾ എന്റെ ദാസൻ, എന്റെ അടിയാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് അല്ലാഹു പറയും. വഇദാ ഖാല ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് അടിമ പറയുമ്പോൾ ഹാദാ ലി അബ്ദി, ഇതെന്റെ അടിമക്കുള്ളതാണ്, ഇതെന്റെ അടിമയുടെ കാര്യമാണ്, അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് അവൻ ചോദിച്ചിരിക്കുന്നത്. വലി അബ്ദി മാ സഅൽ, അടിമ എന്ത് ചോദിച്ചാലും എന്റെ അടിമയ്ക്ക് നൽകുന്നതാണ് എന്ന് അള്ളാഹു ജവാബ് ചെയ്യുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ നമസ്കാരം, നമ്മൾ നമസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ ആ ഫാത്തിഹയുടെ കൂടെ അള്ളാഹു അപ്പോൾ തന്നെ ജവാബ് ചെയ്യുന്നുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ചില മുഫസ്സിറുകൾ, ചില പണ്ഡിതന്മാരൊക്കെ ഫാത്തിഹ ഓതുമ്പോൾ ഓരോ ആയത്തിന്റെയും ഇടയിൽ ചെറിയ ഒരു ഗ്യാപ്പ് നൽകുന്നത് നല്ലതാണ്, ഖൈറാണ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ജവാബിനെ പ്രതീക്ഷിക്കുന്ന ഒരു സമയം, അത് നമ്മുടെ നമസ്കാരത്തിന് കൂടുതൽ ഏകാഗ്രത കിട്ടാൻ, നമസ്കാരത്തിൽ കൂടുതൽ ഈമാൻ കിട്ടാൻ, നമസ്കരിക്കുകയാണ് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ
നടത്താൻ അള്ളാഹു ജവാബ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ആശയം മനസ്സിലാക്കുമ്പോൾ സാധിക്കും എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു അതിനപ്പോൾ തന്നെ ഉത്തരം ചെയ്യുന്നുണ്ട്. അർറഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹു അപ്പോൾ തന്നെ ഉത്തരം പറയുന്നുണ്ട്. മാലികി യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു അപ്പോൾ തന്നെ ജവാബ് ചെയ്യുന്നുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹു ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറാണ് എന്ന് അള്ളാഹു പറയുമ്പോൾ അത് നമ്മെ അള്ളാഹു ആ സന്ദർഭത്തിൽ തന്നെ നമ്മെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുകയാണ്. അതിനുശേഷം നടത്തുന്നത് ദുആയാണ്. അതാണ് സൂറത്തു ദുആ എന്ന് പറയുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, എനിക്ക് സന്മാർഗം നൽകണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ആദ്യമായിട്ട് പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ അള്ളാഹുവിനെ കുറിച്ച് റബ്ബുൽ ആലമീനാണ്. നമ്മൾ കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് തന്നെ പറഞ്ഞു വന്ന വിഷയം അള്ളാഹു റബ്ബുൽ ആലമീനാണ് എന്നുള്ള കാര്യങ്ങളാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. അപ്പൊ അള്ളാഹു എങ്ങനെയാണ് റബ്ബുൽ ആലമീൻ ആകുന്നത് എന്ന് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ റബ്ബുൽ ആലമീനാണ് അള്ളാഹു എന്ന് വെറുതെ നമ്മളങ്ങ് പറഞ്ഞു പോവുകയല്ല. എന്റെ റബ്ബാണ് എന്നുള്ളൊരു ഉത്തമമായ ബോധം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിലാണ് നമസ്കാരത്തിൽ നമുക്ക് ഈമാൻ ഉണ്ടാകുന്നത്. അപ്പോഴാണ് അള്ളാഹു എന്റെ അടിമയിത എന്നെ സ്തുതിച്ചിരിക്കുന്നു, ഹമദനി അബ്ദി എന്ന് അള്ളാഹു പറയുന്നത്. അതുപോലെ അർ റഹ്മാനിർ റഹീം, അള്ളാഹു പരമകാരുണികനാണ്, അള്ളാഹു കരുണാനിധിയാണ്. പരമകാരുണികൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് എല്ലാവരും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തണലിലാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും, ദൈവമില്ല അള്ളാഹു ഇല്ല എന്ന് പറയുന്നവർക്കും, അള്ളാഹുവിനെ പരിഹസിക്കുന്നവർക്കും, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പരിഹസിക്കുന്നവർക്കും, അള്ളാഹുവിന് വഴിപ്പെടുന്നവർക്കും എല്ലാവരും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ തണലിലാണ് ജീവിക്കുന്നത്. നമ്മളെല്ലാം ശ്വസിക്കുന്നുണ്ട്. ആ ശ്വസന വായു അള്ളാഹു നൽകുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് മാത്രമല്ല, ഈ ലോകത്തുള്ള സകലമാന മനുഷ്യർക്കും നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹമായ മഴ പെയ്തിറങ്ങുന്നത് എല്ലാ ആളുകളുടെ മേലുമാണ്. അങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമായിട്ട് എല്ലാവരിലും ലഭിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അർ റഹ്മാൻ എന്ന് പറയുന്നത്. അർ റഹീം എന്ന് പറഞ്ഞാൽ കരുണാനിധി എന്നാണ് അർത്ഥം. നിധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എവിടെയെങ്കിലും പണ്ട് കാലത്ത് ആരോ വിട്ടേച്ച് പോയത് നമ്മളൊരു വീടിന് വേണ്ടി തറയുണ്ടാക്കാൻ വേണ്ടി ഫൗണ്ടേഷന് വേണ്ടി കുഴിയെടുക്കുമ്പോ എന്തോ ഒരു ശബ്ദം കേട്ട് എടുത്തു നോക്കുമ്പോ പഴയ കുറെ സ്വർണ്ണ നാണയങ്ങളാണ്. അപ്പൊ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് നിധി എന്ന് പറയുന്നത്. നമ്മൾ പരലോകത്തേക്ക് പോകുമ്പോ നമ്മൾ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക്, നമ്മളുടെ വിശ്വാസത്തിന്, നമ്മളുടെ ത്യാഗങ്ങൾക്ക്, നമ്മുടെ ഈമാനിനെ അള്ളാഹു പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് മാത്രമായിട്ട് അള്ളാഹു മാറ്റിവെച്ചിരിക്കുന്ന അവന്റെ സ്വർഗമാകുന്ന കാരുണ്യം, അവന്റെ സ്വർഗമാകുന്ന റഹ്മത്ത്, ആ സ്വർഗത്തെയാണ് അള്ളാഹു റഹീം എന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അർ റഹ്മാൻ അർ റഹീം എന്ന് പറയുമ്പോൾ പരമകാരുണികൻ, പരമമായിട്ട് എല്ലാവരിലും ദുനിയാവിൽ കാരുണ്യം ചൊരിയുന്നവനും. റഹീം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് മാത്രമായി അള്ളാഹു അവന്റെ പരലോകത്തൊരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുമാണ് എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുപോലെ പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു, പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ രാജാവാണ് അള്ളാഹു. മാലിക് യൗമിദ്ദീൻ അല്ലെങ്കിൽ മലിക് യൗമിദ്ദീൻ, ആ പ്രതിഫല ദിവസം എന്ന് പറയുന്നത് ഈ ലോകത്ത് നമുക്കറിയാം ഒരിക്കലും നീതിപൂർവമായ ഒരു വിധികളൊന്നും നമുക്ക് ലഭിക്കാറില്ല. അനീതിയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാമ്പത്തികമുള്ള ആളുകൾക്ക്, അധികാരമുള്ള ആളുകൾ മറ്റുള്ള ആളുകളുടെ മേലേക്ക് അധികാരം പ്രയോഗിക്കുന്ന ഒരു ലോകമാണ്. അതാണല്ലോ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചു. നമ്മുടെ സമൂഹം ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. സുംബ ഡാൻസിനെ കുറിച്ച് ഒരു അധ്യാപകൻ അഭിപ്രായം പറഞ്ഞപ്പോ ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. സർക്കാർ ജോലിയിരുന്നത് കൊണ്ട് പച്ചയായ വർഗീയത പറഞ്ഞ ഒരുപാട് ആളുകൾ അതിന് മുമ്പുണ്ടായിരുന്നു. അവർക്കെതിരെ ഒന്നും നടപടി ഉണ്ടായിരുന്നില്ല. മുമ്പുണ്ടായിരുന്ന ഒരു സർക്കാർ എന്തോ ഒരു ഡ്രസ് കോഡ്
പറഞ്ഞപ്പോൾ ആ ഡ്രസ് കോഡിനെതിരായിക്കൊണ്ട് ഞാനത് ധരിക്കില്ല എന്ന് പറഞ്ഞ സർക്കാർ ഒരു ഉദ്യോഗസ്ഥയുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥക്കെതിരെ ഒന്നും നടപടിയെടുത്തിട്ടില്ല. പക്ഷേ പ്രത്യേകമായ ആളുകൾക്കെതിരായിട്ട് അവർക്കെതിരെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഭരണാധികാരികളുള്ള നാടാണ്. കേവലം ഒരു ഉദാഹരണം മാത്രമാണ്. ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങനെ കൊല്ലപ്പെടുമ്പോ അവിടെയും നീതി നിഷേധിക്കപ്പെടുകയാണ്. ഭീകരവാദികളായി മുഖത്ത് കുത്തപ്പെടുന്നത് ഇവിടെ ഇരയാക്കപ്പെടുന്ന ആളുകളാണ്. ഭീകരവാദികളായ ആളുകൾ ഇരകളുടെ മേൽ ഭീകരവാദം ആരോപിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. നീതിയുടെ ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്, അനീതിയുടെ ലോകത്താണ് ജീവിക്കുന്നത്. കൃത്യമായി നമ്മുടെ ഓരോ കർമ്മങ്ങളും വളരെ കൃത്യമായി ഹിസാബ് നടത്തിയിട്ട് അതിന് പ്രതിഫലം നൽകുന്ന ഒരു ലോകമാണ് പരലോകം. അതിന്റെ രാജാവാണ്, അതിന്റെ രാജാതിരാജനാണ്, അതിന്റെ ഉടമസ്ഥനാണ്. ആ ലോകത്താണ് എന്റെ പ്രതീക്ഷ എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ, മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ. എന്നിട്ട് ഒരു പ്രതിജ്ഞയാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടും. അടിസ്ഥാനപരമായ വിഷയമാണ്. അള്ളാഹു പറഞ്ഞത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറാണ് എന്നാണ്. അള്ളാഹുവിനോടുള്ള ഒരു വിശ്വാസിയുടെ കരാർ എന്ന് പറയുന്നത് സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിൽ മാത്രം ഫലമേൽപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് മാത്രം സഹായമർത്ഥിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് വിശ്വാസിയുടെ കരാർ. അള്ളാഹുവിൽ ഫലമേൽപ്പിക്കുന്ന, അള്ളാഹുവിനോട് സഹായം തേടുന്ന, അള്ളാഹുവിലെല്ലാം അർപ്പിക്കുക എന്നുള്ളതാണ് ഞാനും അടിമയും തമ്മിലുള്ള കരാർ എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് ചോദിക്കുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. സന്മാർഗത്തിന്റെ പാതയിൽ അല്ലാഹുവേ എന്നെ നയിക്കണമേ എന്ന് സന്മാർഗം ചോദിക്കുകയാണ് അള്ളാഹുവിനോട്. നേർമാർഗം ചോദിക്കുകയാണ് അള്ളാഹുവിനോട്. ഹിദായത്തിന്റെ മാർഗം ചോദിക്കുകയാണ് അള്ളാഹുവിനോട്. അത് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതാണ്. 5 നേരം നമസ്കരിക്കുന്ന, സുന്നത്ത് നമസ്കരിക്കുന്ന, റമദാൻ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച 11 റക്അത്ത് ഖിയാമു റമളാൻ നമ്മളൊക്കെ നമസ്കരിക്കുമ്പോ അതിലും വർദ്ധിപ്പിച്ചുകൊണ്ട് 23 റക്അത്ത് നമസ്കരിക്കുന്ന, 23 റക്അത്തിലും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്. മറ്റൊരു ഭാഗത്തേക്ക് ഒരുമിച്ച് കൂടിയിരുന്നിട്ട് അവർ മുഹീദ്ദീൻ മാല ചൊല്ലുകയാണ്, അവർ ഖുതുബിയ്യത്ത് ചൊല്ലുകയാണ്. വസിർഫു ആദി സിറാത്തൻ അൻത സാലികഹു ഫല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു. മുഹീദ്ദീൻ ശൈഖിനോട് പറയുകയാണ്, ബസ്സിർഫു ആദി സിറാത്തൻ അൻത സാലികുഹു, അൻത സാലികഹു, അങ്ങ് സഞ്ചരിക്കുന്ന ആ സന്മാർഗത്തിന്റെ മാർഗം എന്റെ മനസ്സിലും തെളിയിച്ചു തരണമേ. ഫല്ലാഹു അഅതാകഹു വ അൻത മാലികുഹു, അങ്ങാണല്ലോ അതിന്റെ ഉടമസ്ഥൻ, അതിന്റെ ഉടമസ്ഥൻ അങ്ങല്ലയോ, മുഹീദ്ദീൻ ശൈഖ് അല്ലയോ എന്ന്. നേർമാർഗത്തിന്റെ സിറാത്തിന്റെ ഉടമസ്ഥൻ മുഹീദ്ദീൻ ശൈഖാണ്. അതുകൊണ്ട് ആ മാർഗം എനിക്ക് തെളിയിച്ചു തരണേ എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമസ്കാരത്തിൽ കൈകെട്ടിയിട്ട് അള്ളാഹുവേ എന്റെ മുന്നിൽ സന്മാർഗത്തിന്റെ മാർഗം തെളിയിക്കണേ എന്ന് പറയുന്നവരാണ് ബസ്സിർഫു ആദി അലാ സിറാത്ത് അൻത സാലികഹു എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഫാത്തിഹ ഉൾക്കൊള്ളാത്തതിന്റെ, ഫാത്തിഹയുടെ ആശയം മനസ്സിലാക്കാത്തതിന്റെ അതിന്റെ ഒരു ഉദാഹരണമാണിത്. ഫാത്തിഹ കൃത്യമായി അറിഞ്ഞും മനസ്സിലാക്കിയും അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടും നമ്മളത് ചൊല്ലുകയും നമസ്കാരത്തിലും അല്ലാതെയും ഓതുമ്പോഴാണ് അള്ളാഹു പറഞ്ഞ ശിഫ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമസ്കാരത്തിൽ നമുക്ക് ഭക്തി ഉണ്ടാകുന്നത്, നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകുന്നത്, അത് അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന നമസ്കാരമാകുന്നത്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ് ഇബാദുല്ലാഹ്. മുകളിൽ ഇരിക്കാൻ സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകാവുന്നതാണ്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗസയിലും ഇറാനിലും അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വലിയ അക്രമങ്ങളും അനീതികളും കാണിക്കുന്ന ഒരു വിഭാഗമാണ് സയണിസ്റ്റുകൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ
അതിന്റെ അവസാനം പറയുന്നത് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നാണ്. കോപിക്കപ്പെട്ടവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലല്ല എന്നെ നയിക്കേണ്ടത് എന്ന്. ജൂത നസാറാക്കളെയാണ് ഈ ആയത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സയനിസം എന്ന് പറയുന്നത് ലോകത്തിന് എത്രമാത്രം ഭീതിയുള്ളതാണ് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വല അങ്കൽ അറുള്ള വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്, ജൂത ക്രൈസ്തവർക്ക് നിന്നെക്കുറിച്ച് തൃപ്തി വരില്ല. വല അങ്കൽ യഹൂദ വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ ജൂത നസാറാക്കൾക്ക് നിന്നെക്കുറിച്ച് തൃപ്തി വരികയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത്. അപ്പൊ അവർ എക്കാലത്തും മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ലോകത്ത് ഉടലെടുത്ത മറ്റൊരു വിഭാഗമാണ് ഷിയകൾ എന്ന് പറയുന്നത്. നമ്മൾ ഷിയാക്കൾ എന്ന് പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇസ്ലാമിന് വിരുദ്ധമായ, അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ആശയത്തിന് വിരുദ്ധമായ ആശയങ്ങളുമായിട്ട് മുസ്ലിം സമുദായത്തിലേക്ക് ഇറങ്ങിയ ഒരു വിഭാഗമാണ് ഷിയകൾ. അലി റളിയല്ലാഹു അൻഹു ഒന്നാം ഖലീഫയാകേണ്ടുന്ന വ്യക്തിയായിരുന്നു എന്ന് തുടങ്ങിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് വരെ ഉയർത്തുന്ന ഏതാണ്ട് 10-20-ലധികം വിഭാഗം ഷിയാക്കളുണ്ട് ലോകത്ത്. ഈ രണ്ട് വിഭാഗവും, സയനിസ്റ്റുകളും ഷിയാക്കളും എന്താണ് എന്നും അവരുടെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് എന്നും സാധാരണക്കാരായ ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.